ഫ്രണ്ട്സ് SSBയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ SSB എന്ന് പറയുന്നത് സശസ്ത്ര സീമാബലാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇനി അത് മാത്രമല്ല, മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, മെമ്പേഴ്സ് ഓൺലി വീഡിയോസും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 5 നോട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. ഞാൻ അതിന് ഓരോന്ന് നോട്ടിഫിക്കേഷൻ നമ്പർ 1, 2 ഇട്ടിട്ട് പോകാം. ഇത് നോട്ടിഫിക്കേഷൻ നമ്പർ 1 ആണ്. അങ്ങനെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊന്ന് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതേ സെയിം കാര്യം നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷന്, ഇത് മൂന്നാമത്തെ നോട്ടിഫിക്കേഷന്, ഓക്കെ, ഇത് നാലാമത്തെ നോട്ടിഫിക്കേഷന്, ഓക്കെ, ഇത് 5ാമത്തെ നോട്ടിഫിക്കേഷൻ. ഇങ്ങനെ 5 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ 1ാമത്തെ നോട്ടിഫിക്കേഷൻ എടുത്ത് പറഞ്ഞതിന് ശേഷം 2ാമത്തെ നോട്ടിഫിക്കേഷൻ, 3ാമത്തേത്, അങ്ങനെയാണ് പറഞ്ഞു പോവുക. അപ്പോൾ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം 1ാമത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഗ്രൂപ്പ് C പോസ്റ്റിലേക്കാണ്. ഇപ്പോൾ പലരും ഇതായിരിക്കും അവർക്ക് ഡൗട്ട് ഉണ്ടായ, ഇത് പെർമനൻറ്റ് പോസ്റ്റ് ആണോ ടെമ്പററി ആണോ എന്ന്. ദ പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ തുടർന്ന് പോകാവുന്ന മറ്റു ബെനിഫിറ്റും അലവൻസും പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേ സ്കെയിൽ 21,700 മുതൽ 69,100 ആണ്. മറ്റു ബെനിഫിറ്റ് DA, HR തുടങ്ങിയിട്ടുള്ള റേഷൻ മണി അലവൻസും പിന്നെ മറ്റു പെൻഷൻ സ്കീമിലും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടെമ്പററി എന്നുള്ള ആ ഒരു ഇതിലാണ് ഈ പറയുന്ന എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാം റെഡി ആണെങ്കിൽ നമുക്കതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് C കാറ്റഗറിയുള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന വേക്കൻസീസ് നമുക്ക് നോക്കാം. കോൺസ്റ്റബിൾ, വെറ്ററിനറി, ഇതിൽ ഓരോ ട്രേഡുകളാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ 34 വേക്കൻസി ഉണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ, ഇതിലേക്ക് കോൺസ്റ്റബിൾ ഡ്രൈവറിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന 5 നോട്ടിഫിക്കേഷനിലും മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ മാത്രം കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രം മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ പോസ്റ്റിലേക്കും ഒക്കെ എന്ത് ചെയ്യാം, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 553 വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഡ്രൈവറിലേക്ക്. പിന്നെ കോൺസ്റ്റബിൾ ഗാർഡനർ ആണ്, ഇതിലേക്ക് നിങ്ങൾക്ക് 41 വേക്കൻസി. പിന്നെ വാട്ടർ കാരിയർ നിങ്ങൾക്ക് 5 വേക്കൻസി. പിന്നെ കബ്ലർ നിങ്ങൾക്ക് 25 വേക്കൻസി. ടൈലർ നിങ്ങൾക്ക് 41 വേക്കൻസി. വാഷർമാൻ നിങ്ങൾക്ക് 74 വേക്കൻസി. ദെൻ ബാർബർ നിങ്ങൾക്ക് 43 വേക്കൻസി. വെയിറ്റർ നിങ്ങൾക്ക് 3 വേക്കൻസി ഉണ്ട്. കാർപ്പൻറ്റർ 7 വേക്കൻസി. നഴ്സിംഗ് ഓർഡർലി നിങ്ങൾക്ക് 1 വേക്കൻസി. അങ്ങനെ 827 വേക്കൻസിയാണ് നിങ്ങൾക്ക് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു 1ാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിൻ്റെ പേ സ്കെയിലും കൂടെ കാണാൻ പറ്റും. ഇനി മറ്റ് അലവൻസ് ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കോൺസ്റ്റബിൾ വെറ്ററിനറി ആണെങ്കിൽ അതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 27 ആണ്. 18 മുതൽ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ ഞാൻ വീഡിയോയിൽ പല ഭാഗങ്ങളായിട്ടാണ് കേട്ടോ പറയാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ പല ഭാഗങ്ങളാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, വിത്ത് സയൻസ് സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ 10th സയൻസ് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ അതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 10th പാസ്സാണോ, നിങ്ങൾക്ക് സ്റ്റേറ്റ് ബോർഡോ അല്ലെങ്കിൽ CBSEയോ നിങ്ങൾക്ക് ഏത് പാസ്സാണെങ്കിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ അത് മാത്രം മതിയെന്ന് ചോദിച്ചാൽ അത് മാത്രം പറ്റില്ല. 1 year എക്സ്പീരിയൻസും പാടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വെറ്ററിനറിയിലുള്ള, അതായത് ഈ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് സ്പീഷീസിനൊക്കെ നമ്മൾ അതായത് അനിമൽസിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള സ്പീഷീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു 1 year എക്സ്പീരിയൻസ് നമുക്ക് ഏതെങ്കിലും വെറ്ററിനറി ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്തുള്ള ഒരു 1 year എക്സ്പീരിയൻസ് ഇതിലേക്ക് നിർബന്ധമാണ് കേട്ടോ. ഇനി അടുത്ത് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ്. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാനുള്ളൂ. 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക, വെറും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ ഡ്രൈവറിലേക്കൊക്കെ അത്യാവശ്യം വേക്കൻസി ഉണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, മാക്സിമം അവരിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ. ഓക്കെ, അതായത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, 10th പാസ്സായാൽ മതി. ഓക്കെ, 18 to 27 ഏജ് ലിമിറ്റ്. പിന്നെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. SC ST OBC ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ OBC ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ്, നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി SC ST ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ കോൺസ്റ്റബിൾ ഗാർഡനർ ഈ പറയുന്ന ട്രേഡുകളാണ്. ഇതിലേക്ക് 18 to 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏജ് റിലാക്സേഷൻ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ SC ST OBC ഒക്കെ. 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ തന്നെ
2 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് വേണം. ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് നിർബന്ധമില്ല കേട്ടോ, നോക്കിക്കുക വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടിട്ട് സ്കിപ്പ് ചെയ്തല്ല, പെട്ടെന്ന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് പോകണ്ട. 10ാം ക്ലാസ് പാസ്സായിരിക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഗാർഡനർ മുതൽ ഇത് അവിടെ വെയിറ്റർ വരെ അല്ലേ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സും പാസ്സാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സാണ്, നിങ്ങൾക്ക് എന്താണ് 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള ITI, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള ITI പഠിച്ചവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 1 ഇയർ ഡ്യൂറേഷൻ ഉള്ള ITI ആണെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ എക്സ്പീരിയൻസും മതി എന്നുള്ളതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ട. ഓക്കെ, 1 ഇയർ എക്സ്പീരിയൻസ് മതി. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സും 2 ഇയർ ഡ്യൂറേഷനുള്ള ITI, പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി ഇവിടെ എഴുതി തരാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവിടുന്ന് സീക്ക് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട്. SSLC പാസ്സായിരിക്കുക അല്ലെങ്കിൽ 10th പാസ്സായിരിക്കാം. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് 2 ഇയർ എക്സ്പീരിയൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ, ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, അത് വെച്ചോ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. രണ്ടാമത് നിങ്ങൾക്ക് എന്താണ് സെയിം 10th പാസ്സായിരിക്കുക, അതായത് SSLC പാസ്സായിരിക്കുക, പ്ലസ് എന്താണ് 1 വർഷം ഡ്യൂറേഷനുള്ള ITI നിങ്ങൾ കഴിഞ്ഞു. ഓക്കെ, 1 വർഷം ഡ്യൂറേഷനുള്ള ITIയും പ്ലസ് 1 വർഷത്തെ എക്സ്പീരിയൻസും ഈ ട്രേഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് 10th കഴിഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു, 2 ഇയർ ഡ്യൂറേഷനുള്ള ITI ആണ് കഴിഞ്ഞത്. 2 ഇയർ ഡ്യൂറേഷനുള്ള ITI ആണ് കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ പറയുന്ന ട്രേഡുകളിൽ ഗാർഡനർ, വാട്ടർ കെയർ, കോബ്ലർ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ട്രേഡുമായി ബന്ധപ്പെട്ടെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ട്രേഡോ അല്ലെങ്കിൽ ഇതിൻ്റെ സിമിലർ ട്രേഡോ ആയാൽ മതി കേട്ടോ. ഇതുപോലെ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ട്രേഡ് ഏതെങ്കിലും മതി ITI. ഓക്കെ, 2 വർഷം ഡ്യൂറേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് യാതൊരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരുടെ മാക്സിമം അയച്ചു കൊടുക്കുക. ദെൻ കോൺസ്റ്റബിൾ കാർപ്പൻ്റർ ആണ് അടുത്തത്. 18 to 25 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ പറഞ്ഞ അതേപോലെയുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് കാർപ്പൻ്ററായിട്ട് ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് 1 വർഷം ഡ്യൂറേഷനുള്ള കാർപ്പൻ്ററിലുള്ള ITI കഴിഞ്ഞ് വിചാരിക്കുക, പ്ലസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് 10ാം ക്ലാസ് പ്ലസ് 1 വർഷത്തെ ITI പ്ലസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI കാർപ്പൻ്ററിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻ നഴ്സിംഗ് ഓർഡർലി, അത് നഴ്സിംഗ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതിലേക്ക് 18 to 27 ഏജ് ലിമിറ്റ് വരുന്നത്. 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് പാസ്സായവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വേണം. അത് ഈ പറയുന്ന സെൻറ്റ് ജോൺസ് ആംബുലൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ നിന്നോ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഫസ്റ്റ് എയ്ഡുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. പ്ലസ് എന്താണ് 1 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 ബെഡഡ് ഹോസ്പിറ്റലിൽ മിനിമം ഒരു 1 ഇയർ എക്സ്പീരിയൻസും പാടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിലെ എലിജിബിലിറ്റി കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഏജ് റിലാക്സേഷൻ നമ്മൾ പറഞ്ഞു, SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, എക്സ് സർവീസ്മാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് നമുക്കിതിൽ പറയാനുള്ളത്, ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നുള്ളൂ. ഫീ പേയ്മെൻറ്റ് 100 രൂപയാണ് അപേക്ഷാ ഫീസ് ഉള്ളൂ. SC/ST, എക്സ് സർവീസ്മാൻ, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിലും അവർ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് എന്താണ് ഇപ്പോൾ SC/ST ആണെങ്കിലും ഫ്രീ ആണ്, എക്സ് സർവീസ്മാനും ഫ്രീ ആണ്. ബാക്കിയുള്ളവർക്ക് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീ അടയ്ക്കേണ്ടത്. പിന്നെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ടാബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റെഫറൻസ് ഇട്ട് എടുക്കാവുന്നതാണ്. ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യണം. നമ്മൾ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് 12 KB താഴെ ആയിരിക്കണം. മിനിമം 4 KB ഫയൽ സൈസ് ഉണ്ടായിരിക്കണം. പിക്സൽ 100 പിക്സൽ വിഡ്ത്തും 120 പിക്സൽ ഹൈറ്റും ഒക്കെ ഉള്ള രീതിയിലായിരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത് ആ രീതിയിലായിരിക്കണം നമ്മളിതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റൊക്കെ ഉണ്ടാകും, അതിനൊക്കെ നമ്മൾ പോകേണ്ടത്. അല്ല നമ്മൾ താടിയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നമ്മൾ താടി ഇല്ലാതെ പോകരുത്. ഓക്കെ, ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ, എനിക്ക് ഏറ്റവും നല്ലത് നമ്മൾ ക്ലീൻ ഷേവ് ചെയ്ത് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എടുക്കുക. ആ രീതിയിൽ തന്നെ നമ്മൾ എന്തിനു പോകണം, ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനൊക്കെ പോകണം. അതൊക്കെ പ്രത്യേകം കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. JPG ഫോമായിട്ട് 12 KB ആൻഡ് 4 KB ഇടയിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 140 പിക്സൽ വിഡ്ത്തും 60 പിക്സൽ എന്താണ് ഹൈറ്റൊക്കെ ഉള്ള രീതിയിലായിരിക്കണം. വൈറ്റ് പേപ്പറിൽ നമ്മൾ ഡാർക്ക് കളർ, അതായത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ നല്ല ഡാർക്ക് ബ്ലൂ കളർ കൊണ്ടൊക്കെ സൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ആണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് എക്സാം ഇല്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ആദ്യം ഉണ്ടായിരിക്കുക.
ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിയൊക്കെ പോലെ തന്നെയുള്ള രീതിയിൽ ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകുക. അത് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന അപ്പോൾ നല്ല രീതിയിൽ എന്താണ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ മേ ബി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലൊക്കെ എന്ത് ചെയ്യാം ഔട്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. അപ്പം നമുക്ക് എക്സാമിൻ്റെ കോമ്പറ്റീഷൻ കുറയും, കട്ട് ഓഫിലൊക്കെ നല്ല വ്യത്യാസം വരാനുള്ള സാധ്യത ഉണ്ട് ആദ്യം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി വന്നുകൊണ്ട്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഈ പറയുന്ന എല്ലാ ട്രേഡിനും കേട്ടോ, ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രേഡിനും നിങ്ങൾക്കിവിടെ കാണാം. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 4.8 കിലോമീറ്റേഴ്സ് 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഓക്കെ. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2.4 കിലോമീറ്റേഴ്സ് 18 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഓടിയെത്തുക എന്നുള്ള ജസ്റ്റ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ ഓടിയെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ ക്വാളിഫൈ ചെയ്യാം. അങ്ങനെ ക്വാളിഫൈ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഓക്കെ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞു, അത് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നിശ്ചിത ഹൈറ്റ് വേണം. അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവരും മറ്റുള്ള കാറ്റഗറിയിലുള്ളവരൊക്കെ നമുക്ക് ഈ പറയുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ വേണം. അവർക്ക് ചെസ്റ്റ് നോർമൽ 80 എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വരണം. ഫീമെയിൽ ആണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ചെസ്റ്റ് അവർക്ക് ബാധകമല്ല. ഇനി നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മറ്റുള്ള ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ മറ്റു സ്റ്റേറ്റിലുള്ള ST ഇവിടെ കണ്ടോ ഈ കോളത്തിൽ പറയാത്ത, ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത എന്താണ് ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 162.5, അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ 180 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ചെസ്റ്റിലാണെങ്കിൽ 76 മതി, എക്സ്പാൻഷൻ 5 വേണം. ഫീമെയിലിന് മറ്റേ ചെസ്റ്റ് ബാധകമല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ. നമ്മൾ കേരള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് മെയിൽ കാൻഡിഡേറ്റ്സ് ഇതാണ് നോക്കേണ്ടത്, ഈ ടേബിളാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് എന്താണ് ചില കാറ്റഗറി ഉണ്ട്. ഓക്കെ. അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന റിലാക്സേഷൻ ഉള്ളൂ കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിൽ ഉൾപ്പെടെയുള്ള ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ വരുന്നത് ഡ്രൈവറിലേക്ക് വേറെ തന്നെയാണ് ഈ പറയുന്നത്. നമുക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഡ്രൈവറിലേക്ക്. അപ്പോൾ ഈ എന്താണ് റോയിലൊന്നും പെടാത്ത കാറ്റഗറിയാണ് നമ്മൾ കേരളത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെ ഉള്ളതാണ് ഈ മെയിൽ കാൻഡിഡേറ്റ്. 170 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 80, എക്സ്പാൻഷൻ 5 വേണം. പിന്നെ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 162.5 മതി കേട്ടോ. പിന്നെ ഈ പറയുന്ന പ്രദേശങ്ങളിലുള്ളവരാണെങ്കിൽ അവർക്ക് വേറെ തന്നെ എന്താണ് റിലാക്സേഷൻ ഉണ്ട്. ST ആണെങ്കിൽ അവർക്ക് ചെസ്റ്റ് 76, നോർമലിൽ എക്സ്പാൻഷൻ 5 വേണം. പിന്നെ വരുന്നത് കോൺസ്റ്റബിൾ ഈ പറയുന്ന ട്രേഡുകൾ നിങ്ങൾക്കിവിടെ കാണാം. ഈ ട്രേഡുകളിലേക്കാണെങ്കിൽ നമുക്ക് അവിടെ കാണാം. മെയിൽ 167.5, ഫീമെയിൽ 187, മെയിൽ 78 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി, എക്സ്പാൻഷൻ 5 വേണം. ഫീമെയിലിന് അത് ബാധകമല്ല. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് 122.5, ഫീമെയിൽ ആണെങ്കിൽ 180, ചെസ്റ്റ് 76, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ മതി. ഇനി നഴ്സിംഗ് ഓർഡർലി ആണെങ്കിൽ ഇതിന് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാ കാൻഡിഡേറ്റ്സും നമുക്ക് ഈ പറയുന്ന 165 സെൻറ്റിമീറ്റർ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ 185, ചെസ്റ്റ് 75 to 80 എന്നുള്ള രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഫീമെയിൽ ആണെങ്കിൽ അത് ബാധകമല്ല. പിന്നെ ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 160 സെൻറ്റിമീറ്റർ മതി, ഫീമെയിൽ ആണെങ്കിൽ 148 മതി, ചെസ്റ്റ് 75 to 80 ആണ്. ഓക്കെ. ബാക്കിയൊന്നും നമ്മൾ നോക്കേണ്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് എന്താണ് കുറച്ച് ട്രൈബൽ ഏരിയ അതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ എന്താണ് ഹില്ലി ഏരിയയിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന റിലാക്സേഷൻ ഉണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞു, പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും നമ്മൾ ക്വാളിഫൈ ചെയ്തു, നിശ്ചിത ഹൈറ്റും ചെസ്റ്റും കാര്യമൊക്കെ ഉണ്ടെന്ന് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഈ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. 2 മണിക്കൂർ ഡ്യൂറേഷനുള്ള 100 ക്വസ്റ്റ്യൻ ആയിരിക്കും, 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൽ വരുന്നത് നിങ്ങൾക്ക് GK ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, റീസണിങ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇവിടെ ചോയ്സ് ഉണ്ട്, ഒന്നെങ്കിൽ ജനറൽ ഹിന്ദി എടുക്കുക അല്ലെങ്കിൽ ജനറൽ ഇംഗ്ലീഷ്. ഓക്കെ. ഹിന്ദി നിർബന്ധമല്ല കേട്ടോ, ഇതിൽ ഏതൊന്നും മതി, ജനറൽ ഇംഗ്ലീഷ് ഓർ ജനറൽ ഹിന്ദിയാണ്, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ നമുക്ക് മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളാണ്. മെഡിക്കലി നമ്മൾ ഫിറ്റ് കാര്യങ്ങൾ. ഓക്കെ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ കൂടെ തന്നെ നമുക്ക് സ്കിൽ ടെസ്റ്റും ഉണ്ടാവും കേട്ടോ. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 50 മാർക്കിന് വരുന്നതാണ്. ഓക്കെ. അതിൽ ഈ പറയുന്ന ജസ്റ്റ് ട്രേഡ് ടെസ്റ്റ്, അതായത് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫൈ നേച്ചറാണ്. നമുക്ക് അതിൽ കൂടുതൽ മാർക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നിശ്ചിത മാർക്ക് വാങ്ങി നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെലക്ഷൻ. അപ്പോൾ ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷനിൽ എത്ര മാർക്ക് നിങ്ങൾ വാങ്ങിയോ അതായിരിക്കും നിങ്ങളുടെ റാങ്കിൻ്റെ പൊസിഷനെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഇപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ മാതൃക ആയിരിക്കണം. SC ST ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട മാതൃക അതിൽ കൊടുത്തിട്ടുണ്ട്. EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ
തയ്യാറാക്കേണ്ട മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കുക. പിന്നെ ഫോട്ടോ ഒക്കെ ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റു നോട്ടിഫിക്കേഷനും ബാധകമാണ് കേട്ടോ. അതുകൊണ്ട് കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഫോട്ടോഗ്രാഫ് എനിക്കവിടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് ഈ രീതിയിൽ നമ്മുടെ ഫോട്ടോയുടെ ആ ഫ്രെയിമില്ലേ അതിൽ നമ്മുടെ ഒരു 75% ഒക്കെ നമ്മുടെ ഫേസ് വരുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അല്ല നിലവിൽ നിങ്ങളുടെ അടുത്ത് സോഫ്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ക്രോപ്പ് ചെയ്യുക, ഈ ഒരു ഡയമെൻഷനിലേക്ക് നിങ്ങളത് ക്രോപ്പ് ചെയ്യുക. നമ്മുടെ ഫേസൊക്കെ നല്ല രീതിയിൽ എന്താണ് നമ്മുടെ ഫോട്ടോയിൽ ഒരു 70% നമ്മുടെ ഫേസ് എന്താണ് നിൽക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിലുള്ള ഫോട്ടോ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ആക്സെപ്റ്റഡ് അല്ല കേട്ടോ, അതൊന്നും ആക്സെപ്റ്റഡ് അല്ല, ഇതൊക്കെ റോങ് ആണ്. നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊന്നും ഈ രീതിയിലൊന്നും പറ്റില്ല. ഓക്കെ, അത് എക്സാമ്പിൾ കൊടുത്താണ്. അപ്പോൾ ഈ രീതിയിലൊരു പെർഫെക്റ്റ് ഫോട്ടോഗ്രാഫ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ ആണെങ്കിൽ അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളറായിട്ടുള്ള ഇങ്കോണ്ട് ഉപയോഗിച്ചുള്ള സിഗ്നേച്ചർ ആയിരിക്കണം. പിന്നെ മിനിമം 3 to 1 MB ഇതിൽ പറയുന്നുണ്ട്. നേരത്തെ അവിടെ നമുക്ക് 1 MB പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയർ ആവുന്ന രീതിയിൽ കൊടുക്കണം. ഇങ്ങനെ മങ്ങിയ രീതിയിലോ ഇങ്ങനെ പുറത്തേക്ക് പോയ രീതിയിലോ പകുതി ഉള്ള രീതിയിലോ, അതായത് വലിയൊരു സ്പേസിൽ ഒരു മൂലക്ക് കൊണ്ടുപോയിട്ടിരിക്കുന്ന രീതിയിലോ അങ്ങനെ ഒന്നും ആകരുത്. നമ്മൾ ക്രോപ്പ് ചെയ്യുന്നതൊക്കെ കറക്റ്റാക്കി ആ ഡയമെൻഷനിൽ കൊള്ളിച്ച് ചെയ്യണം. ഇതൊന്നും ആക്സെപ്റ്റഡ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള സിഗ്നേച്ചർ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ല ക്ലാരിറ്റിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതൊന്നും നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ അവിടെ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് സി കാറ്റഗറി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഇതും എല്ലാ നോട്ടിഫിക്കേഷനിലും ഈ വാചകം ഉണ്ടാവും, ദ പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്നുണ്ടാവും. അതിൻ്റെ മീനിങ് ടെമ്പററി ആയിട്ടാണ് ഇനിഷ്യലി എടുക്കുന്നതെങ്കിലും അത് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പെർമനൻറ്റ് പോസ്റ്റ് പോലെ തന്നെയാണ്. അധിക സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് വരട്ടെ എന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ല. മീൻസ് നമുക്ക് ആ രീതിയിലുള്ള നമ്മൾ വിചാരിച്ച രീതിയിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓരോ പോളിസിയും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് കയറുക എന്നുള്ളതാണ്. ഇതിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ തുടർന്ന് അങ്ങനെ പോകാൻ പറ്റും. മറ്റു സാധാരണ കിട്ടുന്ന രീതിയിൽ ഗ്രൂപ്പ് സി കാറ്റഗറിയിലുള്ള ആ രീതിയിലുള്ള സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി വേക്കൻസീസ് ആണ് ഇതിലേക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഹെഡ് കോൺസ്റ്റബിൾ ലബോറട്ടറി അസിസ്റ്റൻറ്റ് 30 വേക്കൻസി, അതുപോലെ തന്നെ ഫിസിയോതെറപ്പി അസിസ്റ്റൻറ്റ് 12 വേക്കൻസി, കോൺസ്റ്റബിൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കം മെഡിക്കാണ് ഇതിലേക്ക് നിങ്ങൾക്ക് 34 വേക്കൻസി. അപ്പോൾ ഇതിൽ ഹെഡ് കോൺസ്റ്റബിളും വിളിച്ചിട്ടുണ്ട് 76 വേക്കൻസി ടോട്ടൽ. റിസർവ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. പേ സ്കെയിൽ കണ്ടോ, ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 25,500 മുതൽ 81,100 കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 21,700 മുതൽ 69,100. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ പറയും കേട്ടോ. അതർ റെലവൻസി കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. എലിജിബിലിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. ഹെഡ് കോൺസ്റ്റബിൾ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ 18 to 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. +2 ബയോളജി നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, +2 നമ്മൾ ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം, അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് മിനിമം ഒരു 1 year ഡ്യൂറേഷനുള്ള ലബോറട്ടറി അസിസ്റ്റൻറ്റിലുള്ള കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം, സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് അതും മാത്രം പോരാ, അതിൻ്റെ കൂടെ മിനിമം 1 year ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് സെൻ്ററിലോ ഹോസ്പിറ്റലിലോ ഒക്കെയുള്ള ലാബ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള 1 year എക്സ്പീരിയൻസും കൂടെ വേണം. ഈ 3 കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഹെഡ് കോൺസ്റ്റബിൾ ഫിസിയോതെറപ്പി അസിസ്റ്റൻ്റ് ആണ്. 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 1 year ഡ്യൂറേഷനുള്ള ഫിസിയോതെറപ്പിയിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. പ്ലസ് 1 year ഫിസിയോതെറപ്പി അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിസിയോതെറപ്പി സെൻറ്ററിലോ അല്ലെങ്കിൽ 100 ബെഡുള്ള ഹോസ്പിറ്റലിലോ ഒക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് 1 year ഉണ്ടായിരിക്കണം. അടുത്തത് കോൺസ്റ്റബിൾ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കം മെഡിക്കാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 18-27 വയസ്സിൽ അപ്ലൈ ചെയ്യാം. 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് നിങ്ങൾക്ക് സെൻറ്റ് ജോൺസ് ആംബുലൻസ് ഓർഗനൈസേഷൻ, റെഡ് ക്രോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നോ ഉള്ള ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നേടിയിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് 1 year എക്സ്പീരിയൻസ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് മിനിമം 50 bedded ഹോസ്പിറ്റലിൽ ഉള്ള എക്സ്പീരിയൻസ് 1 year എക്സ്പീരിയൻസും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്നതിൽ ഫുള്ള് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ SC/ST OBC ഒക്കെ ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും, നമ്മളൊക്കെ മുൻപത്തെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഇനി ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. SC/ST എക്സ് സർവീസ്മാൻ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും കൊടുക്കണ്ട. പിന്നെ ബാക്കി ഇതിൻ്റെ നമുക്ക് സെലക്ഷൻ മെത്തേഡ്സ് നോക്കാം. ഇതിലും നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ആദ്യം സ്റ്റേജ് 1 ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഹെഡ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഈ പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ 1. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ,
6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് ഓടിയെത്താം. ഫീമെയിൽ ആണെങ്കിൽ 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ഓടിയെത്താം. കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 4.8 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. പിന്നെ 2.4 കിലോമീറ്റർ ഫീമെയിൽ ആണെങ്കിൽ 18 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഓക്കെ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അത് ക്വാളിഫൈ ചെയ്ത ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിലും ഫിസിയോതെറപ്പി അസിസ്റ്റൻ്റ് ആണെങ്കിലും കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് 165 സെൻറ്റിമീറ്റർ ആണ് മെയിൽ, ഫീമെയിൽ 185 സെൻറ്റിമീറ്റർ മതി. ചെസ്റ്റ് 75 to 80 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലാണ് ഉണ്ടാവേണ്ടത്. ഫീമെയിലിന് അത് ബാധകമല്ല. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 160 മതി, മെയിൽ ഫീമെയിൽ 148, ചെസ്റ്റ് 75 to 80 തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ റിട്ടൺ എക്സാമിനേഷൻ ആണ്. നിങ്ങൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആൻഡ് ഫിസിയോതെറപ്പി അസിസ്റ്റൻറ്റിന് കോമൺ എക്സാമിനേഷൻ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 3 hours ഡ്യൂറേഷനുള്ള എക്സാമാണ്. 150 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ 50 മാർക്കിന് നിങ്ങൾക്ക് ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, റീസണിങ്, ഒന്നെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജനറൽ ഹിന്ദി, ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, രണ്ടും ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ 100 മാർക്കിൻ്റെ ടെക്നിക്കൽ സബ്ജക്റ്റ്, നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് ശരിയല്ല ഒരു മാർക്ക് തെറ്റായപ്പെടുത്താൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. ഇനി നഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന കോൺസ്റ്റബിളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ GK, മാത്തമാറ്റിക്സും റീസണിങ് ആൻഡ് ജനറൽ ഇംഗ്ലീഷും വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ അതിലും ഒന്ന് ശരിയായ മാർക്ക് തെറ്റായ 0.25 മാർക്ക് നെഗറ്റീവ് പിടിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് മറ്റു സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിലേക്ക് ജസ്റ്റ് എന്താണ് അടുത്തത് മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളാണ്. മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 3 നമ്മൾ വന്നു. ഇവിടെ കാണാം നിങ്ങൾക്ക് ഹെഡ് കോൺസ്റ്റബിൾ ആണ്, ഗ്രൂപ്പ് C കാറ്റഗറി ആണ്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം ഹെഡ് കോൺസ്റ്റബിൾ സ്റ്റുവാർഡ്, ഇതിലേക്ക് 2 വേക്കൻസി. ദെൻ കമ്മ്യൂണിക്കേഷന് 197 വേക്കൻസി ഉണ്ട്. ഇലക്ട്രീഷ്യനിൽ 29 വേക്കൻസി ഉണ്ട്. ദെൻ വെറ്ററിനറി നിങ്ങൾക്ക് 5 വേക്കൻസി, അങ്ങനെ 233 വേക്കൻസി അതിലുണ്ട്. ഇതിൻ്റെ പേ സ്കെയിൽ നിങ്ങൾക്ക് കാണാം പേ ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷനാണ് ഹെഡ് കോൺസ്റ്റബിൾ സ്റ്റുവാർഡ് 18-27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. +2 നിങ്ങൾക്ക് ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്കൊക്കെ എല്ലാ നോട്ടിഫിക്കേഷനിലേക്കും മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ആ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മാത്രമേ മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതിലേക്ക് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേക്ക് +2 ജസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിനിമം 2 year ഡ്യൂറേഷനുള്ള കാറ്ററിംഗ് ആൻഡ് കിച്ചൺ മാനേജ്മെൻറ്റിലുള്ള ഡിപ്ലോമ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് 1 year വർക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മിനിമം ഒരു 100 bed ഹോസ്പിറ്റലിലുള്ള ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ സ്റ്റുവാർഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഹെഡ് കോൺസ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ 18-27 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലേക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് PCM ഈ 3 സബ്ജക്റ്റ് നമ്മൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ജസ്റ്റ് അത്യാവശ്യം വേക്കൻസി ഇതിൽ വരുന്നുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ ഇതിലേക്ക് നിങ്ങൾക്ക് +2 സയൻസ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റ് നമ്മൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസും വേണ്ട. 18-27 ഏജ് ലിമിറ്റ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 3 year ഡ്യൂറേഷനുള്ള ഇലക്ട്രോണിക്സ് അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഈ പറയുന്ന ഡിസിപ്ലിനിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക്സിലോ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ IT-ലോ നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ +2 വെച്ചിട്ട് +2 മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. 2 രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫ്രഷേഴ്സിന്. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യനാണ്. 18-25 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, 10ാം ക്ലാസ് മാത്രം പാസ്സായ പോരാ, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ആ രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായി +1 year ഡ്യൂറേഷനിലുള്ള ITI നിങ്ങൾ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. +1 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ITI നിങ്ങൾ കഴിഞ്ഞു, ഇലക്ട്രീഷ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 3 രീതിയിൽ അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് +2 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി 10ാം ക്ലാസ്സും +1 year ITI സർട്ടിഫിക്കറ്റ് +1 year എക്സ്പീരിയൻസ് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 10ാം ക്ലാസ് +2 year ഡിപ്ലോമ വെച്ചിട്ട് അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന്. ഇനി അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ വെറ്ററിനറി ആണ്. 18-27 ഏജ് ലിമിറ്റ്. +2
പാസ്സായിരിക്കുക. ബയോളജി ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ +2 നമ്മൾ സയൻസായി പഠിച്ചിരിക്കണം, ബയോളജി അതിലൊരു സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം, 2 ഇയർ ഡ്യൂറേഷനുള്ള വെറ്ററിനറി ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റോ അതുപോലെ തന്നെ അല്ലെങ്കിൽ വെറ്ററിനറി സ്റ്റോക്ക് അസിസ്റ്റൻറ്റ് കോഴ്സോ അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി കോഴ്സോ ഇതിലേതെങ്കിലും ഒരു 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതും പാടെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഏജ് റിലാക്സേഷനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളാണ്. പിന്നെ അപ്ലിക്കേഷൻ ഫീ ഇതിലേക്ക് 100 രൂപ തന്നെയാണ് വരുന്നത്. ഫീമെയിലും SC/ST OBC അല്ല SC/ST എക്സ് സർവീസ്മാൻ ഇവർക്കൊന്നും ഫീ ഇല്ല കേട്ടോ, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ സെലക്ഷൻ മെത്തേഡ്സിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ആണുള്ളത്. അപ്പോൾ ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ 6 മിനിറ്റ് 30 സെക്കൻഡ് ഓടിയെത്തിയാൽ മതി. ഫീമെയിൽ ആണെങ്കിൽ 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ ഹെഡ് കോൺസ്റ്റബിൾ സ്റ്റിവാർഡ് ആണെങ്കിൽ അവർക്ക് വേറെ തന്നെയാണ്. ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് 125, ഫീമെയിൽ 185, അതുപോലെ ചെസ്റ്റ് മെയിലിന് 75-50, ഫീമെയിൽ അത് ബാധകമല്ല കേട്ടോ. ഇനി ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 160, 148. ഓക്കെ, മെയിൽ 160, ഫീമെയിൽ 148, ചെസ്റ്റ് 75-80 കേട്ടോ. ഇതൊന്നും ഞാൻ പറയാത്തതൊക്കെ മുൻപത്തെ നോട്ടിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, ഈ പറയുന്ന സ്ഥലങ്ങളുള്ളവർക്കാണ് സ്പെഷ്യൽ റിലാക്സേഷൻ ഉള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു. പിന്നെ അടുത്തത് കമ്മ്യൂണിക്കേഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് 170 വേണം, ഫീമെയിൽ 157 വേണം. ഇനി ചെസ്റ്റ് ഒരു 80 വേണം, മെയിലിന് എക്സ്പാൻഷൻ 5 വേണം, ഫീമെയിലിന് ബാധകമല്ല. ST കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പം 162.5 മതി, ഫീമെയിലിന് 150 മതി, ചെസ്റ്റ് 76 to 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. ഇനി ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് 167.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി, ഫീമെയിൽ 157 മതി, ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് 78 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 മതി. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെയിലിന് 162.5, ഫീമെയിലിന് 150 സെൻറ്റിമീറ്റർ അപ്ലൈ ചെയ്യാം. ചെസ്റ്റ് അവിടെ നോക്കാം. ഇനി അടുത്ത വെറ്ററിനറി ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സ് 170 വേണം, ഫീമെയിൽ 157 വേണം, ചെസ്റ്റ് 80 വേണം മിനിമം, എക്സ്പാൻഷൻ 5 വേണം, ഫീമെയിലിന് ചെസ്റ്റ് ബാധകമല്ല. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 162.5, ഫീമെയിൽ 150 മതി, ചെസ്റ്റ് 76, എക്സ്പാൻഷൻ 5 വേണം, ഫീമെയിലിന് ബാധകമല്ല. ഇനി ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ റിട്ടൺ എക്സാമിനേഷൻ ആണ്. ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അതിൽ 50 മാർക്ക് GK, അതുപോലെ മാത്തമാറ്റിക്സ്, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജനറൽ ഹിന്ദി, ഇതിലേതെങ്കിലും ഒന്ന് മതി. പിന്നെ 100 മാർക്കിന് നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 3 നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കിയുള്ള പോസ്റ്റിന് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവില്ല, ഇലക്ട്രീഷ്യന് മാത്രമാണ് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും പിന്നെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ നോട്ടിഫിക്കേഷനിൽ വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. 4ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഗ്രൂപ്പ് B കാറ്റഗറിയിലുള്ള പോസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇതിലേക്ക് സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നഴ്സ് 10 വേക്കൻസി, ദെൻ പോയിനർ നിങ്ങൾക്ക് 21 വേക്കൻസി, ദെൻ സബ് ഇൻസ്പെക്ടർ കമ്മ്യൂണിക്കേഷൻ 20, അങ്ങനെ 51 വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ പേ സ്കെയിൽ ഇവിടെ കാണാം 35,400 മുതൽ 1,12,400 മറ്റ് അലവൻസും കാര്യമൊക്കെ ഉണ്ടായിരിക്കും. സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നഴ്സ് 30 ഇയേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മിനിമം 18 to 30 ഇയേഴ്സ് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 12 അതായത് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ ഇതിലേക്ക് +2 മാത്രം വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറച്ച് കണ്ടീഷൻ ഉണ്ട്, നോക്കിക്കോളൂ. അതായത് ഈ പറയുന്ന 2008 മുൻപ് നിങ്ങൾക്ക് GNM കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ്, അത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള GNM ആയിരിക്കണം. ഓക്കെ, ഇതിലേക്ക് സ്റ്റാഫ് നഴ്സ് ആയതുകൊണ്ട് GNM ആണ് കഴിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 2008 മുന്നാണ് നിങ്ങൾ GNM ഡിപ്ലോമ കഴിഞ്ഞെങ്കിൽ 3 ഇയർ ഡ്യൂറേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞ് അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ അതല്ലെങ്കിൽ ഇനി മറ്റൊരു രീതിയിൽ ഇവിടെ പറയുന്നുണ്ട് 2008 to 2015 to 16. ഓക്കെ, 2008 മുതൽ 2008 ശേഷം, ഓക്കെ 2008 ശേഷം മുതൽ 2015 to 16 ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഡിപ്ലോമ GNM കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 3.5 വർഷമാണ് പറയുന്നത്. ഓക്കെ, 3.5 വർഷം ഡ്യൂറേഷനുള്ള GNM ആയിരിക്കണം. ഓക്കെ, പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇനി അതുമല്ലെങ്കിൽ 2015 to 16 ശേഷം ഡിപ്ലോമ GNM കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 3 വർഷം മതി, 3 വർഷത്തെ GNM മതി. പ്ലസ് എന്ത് വേണമെന്ന് വെച്ചാൽ ഇൻറ്റേൺഷിപ്പും പാടെ വേണം. ഓക്കെ, പ്ലസ് ഇൻറ്റേൺഷിപ്പും പാടെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സെൻട്രൽ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലോ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയും വേണം.
ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് GNM ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് വർഷമാണ് കഴിഞ്ഞ് നോക്കുക. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ ആണോ അത്ര ഡ്യൂറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ, 2015 to 16 ശേഷമാണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 2015 to 16 ശേഷം GNM കഴിഞ്ഞവരാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, ഈ പറഞ്ഞ ഡ്യൂറേഷൻ ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ നഴ്സിംഗ് കൗൺസിലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ സബ് ഇൻസ്പെക്ടർ പോയിന്റ് നിങ്ങൾക്ക് 30 years എന്നാണ് പറയുന്നത്, 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, യാതൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. സബ് ഇൻസ്പെക്ടർ കമ്മ്യൂണിക്കേഷൻ, ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ, കമ്പ്യൂട്ടർ സയൻസിലോ, അല്ലെങ്കിൽ IT അല്ലെങ്കിൽ സയൻസിലോ. ഓക്കെ, അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ IT നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസിൽ ബിരുദം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ സയൻസ് നമ്മൾ PGM ആയിരിക്കണം. സയൻസിൽ നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, നമ്മൾ ഡിഗ്രിയിൽ സയൻസ് ഗ്രാജുവേഷൻ എടുത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് PGM പഠിച്ചതാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ മറ്റു അപേക്ഷാ ഫീസ് 200 രൂപയാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. SC/ST എക്സർവിസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും യാതൊരു ഫീസും കൊടുക്കേണ്ട. ഫീ ഒക്കെ നമ്മൾ ഓൺലൈനായിട്ടാണ് ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. ഇനി അടുത്ത നമുക്ക് സെലക്ഷൻ പ്രോസസ്സാണ്. ഇപ്പോൾ ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡുമാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോസ്റ്റിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സബ് ഇൻസ്പെക്ടർ കമ്മ്യൂണിക്കേഷനിലേക്ക് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളൂ. മെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ 6 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട്, ഫീമെയിലിന് 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ഓട്ടം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നഴ്സും പോയിനീർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും സബ് ഇൻസ്പെക്ടർ ഇതിലേക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. ഓക്കെ, ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനിലേക്ക് മാത്രമേ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. അത് ഈ പറയുന്ന പോയിനിയർ ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 170 സെൻറ്റിമീറ്റർ മെയിൽ, ഫീമെയിൽ 157, ചെസ്റ്റ് 80, എക്സ്പാൻഷൻ 5 വേണം, ഫീമെയിലിന് ബാധകമല്ല. ST ആണെങ്കിൽ അവർക്ക് മെയിലിന് 122.5 മതി, ഫീമെയിലിന് 150 മതി, ചെസ്റ്റ് 76 മതി, എക്സ്പാൻഷൻ 5 വേണം എന്നുള്ളതാണ്. ഇനി സ്റ്റാഫ് നഴ്സിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് മെയിലിന് 125 സെൻറ്റിമീറ്റർ, ഫീമെയിലിന് 155 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 75 to 80, ഫീമെയിലിന് അത് ബാധകമല്ല. പിന്നെ ST ആണെങ്കിൽ 160 148 160 മെയിലും 150 ഫീമെയിലും, 75 to 80 ചെസ്റ്റ് മെയിലിന് മതി, ഫീമെയിലിന് അത് ബാധകമല്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, കോമൺ എക്സാം ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് 50 മാർക്കിന് ഈ പറയുന്ന രീതിയിലുള്ള GK, മാത്തമാറ്റിക്സ്, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, മറ്റേ ടെക്നിക്കൽ സബ്ജക്റ്റാണ്. പിന്നെ മെഡിക്കൽ എക്സാം കാര്യങ്ങളാണ്, മെഡിക്കലി ഫിറ്റ് കാര്യങ്ങളാണ് നോക്കുക. അപ്പോൾ അത് ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അടുത്ത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ 5ാമത്താണ് നമ്മൾ നോക്കുന്നത്. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റാണ്, ഗ്രൂപ്പ് C കാറ്റഗറിയാണ്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ, റേഡിയോഗ്രാഫർ 3 വേക്കൻസി, ഫാർമസിസ്റ്റ് 2 വേക്കൻസി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ 1 വേക്കൻസി. അപ്പോൾ ഈ 1 വേക്കൻസി ഉള്ള ജനറൽ ആണ് കേട്ടോ. അതുകൊണ്ട് ഏത് കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാം. റിസർവ് വേക്കൻസി ഇല്ലാതിരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, എല്ലാത്തിലും ജനറൽ വേക്കൻസിൻ്റെ ഇതിലേക്ക് ആർക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഡെൻ്റൽ ടെക്നീഷ്യൻ 1 വേക്കൻസി, അങ്ങനെ 7 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാറിൻ്റെ പേ ലെവലോടെ കാണാം നിങ്ങൾക്ക്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ റേഡിയോഗ്രാഫർ ആണെങ്കിൽ 18-27 വയസ്സിൽ അപ്ലൈ ചെയ്യാം, +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 ഇയർ ഡ്യൂറേഷനുള്ള മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോഗ്രാഫിയിലുള്ള ഡിപ്ലോമ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പ്ലസ് അതിൻ്റെ കൂടെ എന്താണ് 1 ഇയർ റേഡിയോഗ്രാഫർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ ഫാർമസിസ്റ്റിലേക്കാണെങ്കിൽ 18-27 ഏജ് ലിമിറ്റ്, +2 പാസ്സായിരിക്കുക. പ്ലസ് എന്താണ് നിങ്ങൾക്ക് ഫാർമസിയിലുള്ള ഡിപ്ലോമ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഫാർമസിസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം ഫാർമസിസ്റ്റായിട്ട്. പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ 18-27 ഏജ് ലിമിറ്റ്, +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയിലോ ടെക്നീഷ്യനിലോ ഉള്ള ഡിപ്ലോമ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പ്ലസ് എന്താണ് വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം 1 ഇയർ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനായിട്ടുള്ള. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഡെൻ്റൽ ടെക്നീഷ്യനാണ്, 18-27 ഏജ് ലിമിറ്റ്, +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് എന്നുള്ള ഡിപ്ലോമ നിങ്ങൾ ചെയ്തിരിക്കണം, 2 വർഷം ഡ്യൂറേഷനുള്ള. പ്ലസ് എന്താണ് ഡെൻ്റൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയും വേണം, 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഡെൻ്റൽ യൂണിറ്റിലുള്ള. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ
ഇതിലേക്ക് നമുക്ക് അപേക്ഷ ഫീസ് വരുന്നത് 100 രൂപ തന്നെയാണ്. SC/ST എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കണ്ട. ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് ആദ്യം വരുന്ന ഇത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല കേട്ടോ. ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 5ാമത്തെ നോട്ടിഫിക്കേഷനിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഇല്ല, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉള്ളൂ. അതിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 165 സെൻറ്റിമീറ്റർ മെയിൽ, ഫീമെയിൽ 155, ചെസ്റ്റ് 75-80, ഫീമെയിലിന് അത് ബാധകമല്ല. ST കാൻഡിഡേറ്റ്സ് ആണ് 160, മെയിൽ, ഫീമെയിൽ 148, ചെസ്റ്റ് 75-80 ആണ് വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് റിട്ടൺ എക്സാമിനേഷൻ ആണ്, കോമൺ എക്സാം ആണ്. അപ്പോൾ 50 മാർക്കിന് ഈ പറയുന്ന മേഖല വരും, 100 മാർക്കിൻ്റെ ടെക്നിക്കൽ സബ്ജക്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ ചെക്ക്, എക്സാമും കാര്യങ്ങളാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദമാക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതുകൊണ്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് SSB റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഫോളോ ചെയ്യാം, മറ്റ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാം. ഏറ്റവും താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യാം, ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും ഇവിടെ കാണിക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ നിലവിൽ എനിക്ക് അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 23 മുതൽ എനിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അവിടെ ഏപ്രിൽ 20 വരെ എനിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓൺലൈൻ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഏപ്രിൽ 20 ഓൺലൈൻ അപേക്ഷ. ഈ പറഞ്ഞിരിക്കുന്ന 5 നോട്ടിഫിക്കേഷൻ്റെയും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 20 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ലിങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ 5 നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏതിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതാണോ നോട്ടിഫിക്കേഷൻ വേണ്ടി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷനോട് ഓപ്പൺ ആയി വരും കേട്ടോ. ഓക്കെ, ഇത് നോട്ടിഫിക്കേഷനോട് ഓപ്പൺ ആയി വരും. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ബാക്ക് അടിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓപ്പൺ ആക്കി നോക്കാം. അപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ. ഇപ്പോൾ ഞാൻ കോൺസ്റ്റബിൾ ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കോൺസ്റ്റബിളിൻ്റെ അവിടെ ഓപ്പൺ ആക്കുന്നു. അങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളിതാ ഈ ഒരു പേജിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്കിതാ ലെഫ്റ്റ് സൈഡിൽ കാണാം, ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നിലധികം, അതായത് ഈ പറയുന്ന ഓരോ അഡ്വർടൈസ്മെൻറ്റും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഒരൊറ്റതിൽ നമുക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മളിവിടെ പോസ്റ്റ് സെലക്ട് ചെയ്യണം, അതിൽ ഏതിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൽ പോസ്റ്റ് സെലക്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് നെയിം, അങ്ങനെയുള്ള നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഇതിൻ്റെ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഇല്ല മെമ്പർഷിപ്പ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ടവർ കമൻറ്റ് ചെയ്യാം, മെമ്പേഴ്സ് ഓൺലി ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് ഇപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്തു പോവുക. +2ൻ്റെ അങ്ങനെ ഓരോന്നിൻ്റെയും കൊടുക്കാനുള്ള കോളംസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നെക്സ്റ്റ് അടിച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോവാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഇനി അടുത്ത് നിങ്ങൾക്ക് ഏതാണ് ഹെഡ് കോൺസ്റ്റബിൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ നേരെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആക്കുക. അതിന് ശേഷം ഇവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ അതിൽ ഹെഡ് കോൺസ്റ്റബിൾ ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം, അതിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കാം. അങ്ങനെ ഓരോന്നും. ഇനി അടുത്തിപ്പോൾ നമ്മൾ സബ് ഇൻസ്പെക്ടറാണ്, സബ് ഇൻസ്പെക്ടറിന് നേരെ ഓപ്പൺ ആക്കാം. അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ രജിസ്റ്റർ എന്ന് കൊടുക്കുന്നു. ഇവിടെ സബ് ഇൻസ്പെക്ടറിൽ ഏതാ പോസ്റ്റുകളുള്ളത്, കമ്മ്യൂണിക്കേഷൻ അങ്ങനെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതാക്കുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏതിൻ്റെ ആണ് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടത്, കോൺസ്റ്റബിളിൻ്റെ ആണോ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ആണോ. അപ്പോൾ കൂടുതൽ കമൻറ്റ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, കോൺസ്റ്റബിളിൻ്റെ ആണോ നമ്മൾ ചെയ്യേണ്ടത്, ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ആണോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറിൻ്റെ ആണോ, ഏതിൻ്റെ ആണ് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.